മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആളുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ടെന്ന ആ പ്രസംഗത്തിൻ്റെ 2ാമത്തെ എപ്പിസോഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. പത്രോസിൻ്റെ പ്രസംഗം, പൗലൂസിൻ്റെ പ്രസംഗം, സ്തെഫാനോസിൻ്റെ പ്രസംഗം, ഫിലിപ്പോസിൻ്റെ പ്രസംഗം കൂലങ്കുഷമായെടുത്ത് പഠിക്കേ. പാപമോചനത്തെക്കുറിച്ച് അവർ ശക്തിയോടെ പ്രസംഗിച്ചത്. ഇന്ന് ആ പ്രസംഗങ്ങൾക്ക് ആദരാജ്ഞലി. യേശു ക്രിസ്തുവിലൂടെ നിനക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നു. കാര്യം ശരിയാ. ദ ഫസ്റ്റ് പ്രിഫറൻസ് പാപമോചനം. ഞാനൊരു ഉദാഹരണത്തിലൂടെ അത് തെളിയിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം, മറ്റു സുവിശേഷങ്ങളിലുണ്ടത്. മർക്കോസാണ് കുറച്ചുകൂടി നന്നായിട്ട് പറയുന്നത്. 4 പേര് ഒരു പക്ഷപാതക്കാരനെ കെട്ടിവലിച്ച് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരും. യേശു ഇരുന്ന വീട്ടിൽ സ്ഥലമില്ലായാൽ മേൽക്കൂര പൊളിച്ച് അവനെ തറയിൽ ഇറക്കി വെച്ചു. അപ്പോൾ ഇന്നത്തെ പ്രസംഗം മേൽക്കൂര പൊളിച്ചു. ഏത് ഷീറ്റായിരുന്നത്? ഓടായിരുന്നോ ഷീറ്റായിരുന്നോ? അതൊക്കെയാ പ്രസംഗം. എങ്ങനെയാ പൊളിച്ചത്? എൻ്റെ പൊന്നെ, അവിടെ അതൊന്നും പറയുന്നില്ല. കട്ടിലോടുകൂടി യേശുവിൻ്റെ മുമ്പാകെ ഇറക്കി വെച്ചു. ജനമെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. യേശു ഉടനെ പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അതങ്ങനെ. എൻ്റെ ഭാഷ ഞാൻ പറയാം. അവനെ കെട്ടിച്ചുമന്നുകൊണ്ട് വന്നത് പാപമോചനം കൊടുക്കാനല്ല, അവന് സൗഖ്യം കൊടുക്കാനാണ്. ആമവാദമാ എന്തോ വാദം പിടിച്ച് തളർന്ന് കിടക്കുക, പക്ഷവാദം പിടിച്ച് കിടക്കുക. ഇവരൊന്ന് എഴുന്നേറ്റ് നടക്കണം. കർത്താവേ, ഞാൻ അതിലാണ് കൊണ്ടുവന്നു, അല്ല പാപം മോചിക്കാനല്ല. പാപമൊക്കെ മോചനമൊക്കെ അവിടെ ഇന്നത്തെ പെന്തക്കോസ്തുകാർ പറയുന്നത്. പാപമൊക്കെ അവിടെ ഇരുന്നോട്ടെ, അവനൊരു ഹീലിംഗ് കൊടുത്താട്ടെ, അവനൊന്ന് അനുഗ്രഹിച്ചാട്ടെ. ദൈവമക്കളെ, ലോകത്തിലെ മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ദൈവപുത്രനായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന പാപമോചനം ആണ്. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുക്രിസ്തുവിലൂടെയുള്ള പാപമോചനമാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. പാപം മോചിക്കപ്പെടാതെ നമുക്ക് സ്വർഗരാജ്യത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഈ ലോകത്ത് നമുക്ക് ഭൗതികമായി ഒന്നുമില്ലെങ്കിലും നമുക്ക് സ്വർഗത്ത് പോകാം. പാപം മോചിക്കപ്പെടാതെ സ്വർഗത്ത് പോകാൻ പറ്റത്തില്ല. പാപം ചെയ്ത ദേഹി മരിക്കും നിശ്ചയം ദൈവത്തിൻ്റെ ശക്തമായ പ്രമാണമാണ്. പാപമോചനം പ്രാപിച്ച് കർത്താവിനെ ഹൃദയത്തിൽ കർത്താവിൻ്റെ രക്ഷിതമായി സ്വീകരിച്ച് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ദൈവസഭയുടെ പഥ്യവചനം പഥ്യോപദേശം അനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തപ്പെട്ട്, അല്ലെങ്കിൽ ഗുരുവിനെ പോലെ അളന്ന് ശിഷ്യന് മതി എന്നുള്ള നിലയിൽ ആത്മീയ വളർച്ച പ്രാപിച്ച്, ആത്മീയ വർധന പ്രാപിച്ച്, ആത്മീയ നിറവ് പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, അവരുടെ ദിവ്യ സ്വഭാവത്തിൽ കൂട്ടാളികളായി തീരുമ്പോഴാണ് സ്വർഗത്ത് പോകാനുള്ള ക്വാളിറ്റി നമുക്ക് കിട്ടുന്നത്. ചുമ്മാ ഒന്നും അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. നമുക്ക് കുറേ വ്യാമോഹങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നടക്കണമെന്നില്ല. ഇന്ന് രാത്രി കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച സന്ദേശം ഹിമാലയ പർവ്വതം പോലെ വലിയൊരു സബ്ജക്റ്റാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ വിഷയം പാപമോചനമായിരുന്നു. പാപമോചനം. ജനത്തെ കൂട്ടിവരുത്തി സർക്കസ് കാണിക്കുകയല്ല ചെയ്തത്. ജനത്തെ കൂട്ടിവരുത്തി പാപത്തെക്കുറിച്ച് പ്രസംഗിച്ചത്. സിൻ. നിങ്ങൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. ഇന്നത്തെ വിശ്വാസികളെയും കൂട്ടിവരുത്തി അത് തന്നെയാണ് പ്രസംഗിക്കേണ്ടത്. റോമാലേഖനത്തിലൊരു വാക്യം എൻ്റെ ഹൃദയത്തിൽ വരുന്നു. എന്താണെന്ന് നോക്കാം. അതിൻ്റെ 6-ാം അധ്യായത്തിലെ വളരെ സുപ്രധാനമായൊരു വിഷയം. 6:12-13. ആകയാൽ പാപം നിങ്ങളുടെ ഭർത്തൃ ശരീരങ്ങളിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറി ഇനി വാടരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും വരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി, നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ. അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കാതെ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിപ്പീൻ. എന്താ കാര്യം? 6-ന്റെ 1-2 വാക്കുകൾ വായിച്ചു വരുമ്പോൾ, 2-3 വാക്യം വായിക്കുമ്പോൾ, പാപസംബന്ധപരായി മരിച്ചവരായ നാം അതിൽ ജീവിക്കുന്നത് എങ്ങനെയല്ല? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാം യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നു. യേശുവിനെ ധരിച്ചു.
യേശുവിനോട് ചേർന്നു. യേശുവിനെ ധരിച്ചവൻ, യേശുവിനോട് ചേർന്നവൻ, യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ചവൻ, യേശുവിനോടുകൂടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവൻ പിന്നെ എന്ത് ചെയ്യണം? പാപം അവിടെ മർച്ച ശരീരങ്ങളിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാടരുത്. എന്നിലും നിങ്ങളിലും ഈ ക്രിയ നടക്കുന്നുണ്ട്. നമ്മളിത് ബോധപൂർവം മറച്ചു പിടിക്കരുത്. ഈ പാപത്തിൻ്റെ സിംറ്റംസ്, കണികകൾ ഓരോ ദിവസവും ദൈവവചനത്തിന് മുൻപിലിരുന്ന് പ്രാർത്ഥിച്ച് നിലവിളിച്ച് കരഞ്ഞ് ദൈവാത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ ശുദ്ധീകരണം പ്രാപിച്ച് മുമ്പോട്ട് പൊക്കോണം. അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിൽ കാണാൻ പറ്റത്തില്ല. ഇവിടെ കിടന്ന് കളിക്കും. ഇന്നത്തെ പോക്ക് കണ്ട അങ്ങനെ തോന്നിപ്പോകുന്നേ. ഹല്ലേലൂയ. ജനം ചിന്നിയവരും കുഴഞ്ഞവരുമായി മാറി. ഇസ്രായേൽ മക്കൾ ചിന്നിയവരും കുഴഞ്ഞവരുമായി മാറി. പെന്തക്കോസ്തുകാർ ചിന്നിയവരും കുഴഞ്ഞവരുമായി മാറി. ആത്മീക മുന്നേറ്റമില്ല, ആത്മീയ വളർച്ചയില്ല, ആത്മീയ വർധനവില്ല, ആത്മീക നിറവില്ല. ഭൗതികമായ അനുഗ്രഹത്തിൻ്റെ കുവിഞ്ഞുകൂടി കിടക്കുക. ഇട്ടിമൂടാവുന്ന പോലെ സ്വത്ത്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 100 തലമുറയ്ക്ക് തിന്നാനുള്ള സമ്പത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു എന്നും പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്താണെന്ന് പൗലൂസ് പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് ആത്മീകമായിട്ടാണ്, ഭൗതികമായിട്ടല്ല. അല്ല ഉണ്മാനുടുപ്പാനുണ്ടെങ്കിൽ മതിയെന്ന് വിചാരിച്ചോണം. ഇന്നത്തെ പ്രസംഗം മുഴുവൻ നിന്റെ കഷ്ടത മാറ്റുന്നു, നിന്റെ കടം മാറ്റുന്നു, നിന്റെ ഭാരം മാറ്റുന്നു, നിന്റെ ഞെരുക്കം മാറ്റുന്നു. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള വഴികൾ തുറന്നു വരുന്നു. അവർക്ക് ജോലി ലഭിക്കുന്നു, വിസ ലഭിക്കുന്നു, അവർക്ക് അത് കിട്ടുന്നു, ഇത് കിട്ടുന്നു. ലോകത്തിലെ ഭൗതിക അനുഗ്രഹങ്ങൾ വാതോരാതെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ കൂട്ടം ശുശ്രൂഷ വൃന്ദങ്ങൾ എഴുന്നേറ്റിരിക്കുന്നു. അത് ഫേക്ക് ന്യൂസ് ആണ്. അത് മറ്റൊരു സുവിശേഷമാണ്. അത് മറ്റൊരു ആത്മാവാണ് അതിൻ്റെ പിന്നിൽ. അവർ മറ്റൊരു ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. എനിക്ക് നല്ല ബോധ്യമായത്. ഹല്ലേലൂയ. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കുമെന്ന് പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ അതിനെക്കുറിച്ച് വിചാരപ്പെടരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും വിചാരപ്പെടരുത്. ആകാശത്തിലെ പറവുകളെ നോക്കി വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുറയിൽ കൂട്ടിവെക്കുന്നില്ല. സർവശക്തനായ ദൈവം അവയെ പുലർത്തുന്നു. ഈ പറവജാതികളെക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ. ആദിയിലവൻ്റെ രാജ്യം നീതി അന്വേഷിക്കുവിൻ, അതോടെ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും. അതെ, ഒരു ദൈവ പൈതൽ അന്വേഷിക്കേണ്ടത് ദൈവരാജ്യവും ദൈവനീതിയുമാണ്. ആദിയിലവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കർത്താവ് തന്നോളും. വേലക്കാരൻ നിന്റെ കൂലിക്ക് യോഗ്യൻ, കൂലിക്ക് വേണ്ടി ഓടിയിടക്കണ്ട. ഇന്ന് കൂലി പറഞ്ഞ വചനശുശ്രൂഷ നടത്തുന്നേ. എനിക്കിത്ര വേണം, എനിക്കിത്ര വേണം, എനിക്കിത്ര വേണം. എവിടത്തെ വ്യവസ്ഥയായത്? സാംബശിവനും കടാമംഗലം സദാനന്ദനും ഒരു റേറ്റ് ഉണ്ട്. ഒരു കഥാപ്രസംഗത്തിന് 50,000 രൂപ, 30,000 രൂപ, 25,000 രൂപ ഈ റേറ്റ് ഉണ്ട്. ആ നിലവാരത്തിലേക്ക് നമ്മൾ താണു പോയില്ലേ? അതുകൊണ്ടല്ലേ ജനം ചിന്നിയവരും കൊഴിഞ്ഞവരുമായി തീർന്നത്. ഇടയിലില്ലാത്ത ആടുകളെ പോലെ ജനം ചിന്നിയവരും കുഴഞ്ഞവരുമായി മാറി. ഇസ്രായേൽ മക്കൾ ആ അവസ്ഥയിൽ മാറി. പുതിയ നിയമസഭയിലെ വിശ്വാസികൾ ആ അവസ്ഥയിൽ കിടക്കുക. എനിക്കിത്ര വേണം പ്രസംഗിക്കാൻ, എനിക്കിത്ര വേണം പ്രസംഗിക്കാൻ, എനിക്ക് പ്രവർത്തനത്തിൽ ഇത്ര വേണം, റേറ്റ് പറഞ്ഞു വാങ്ങുക. ജനത്തിന് നിർമ്മലമായ ദൈവവചനം, വിശുദ്ധിയും അശുദ്ധിയും തമ്മിൽ വേർതിരിക്കുന്ന വചനം. എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഞാൻ അടുത്ത വായിച്ച വാക്യം പോലെ നിങ്ങൾ കേട്ടല്ലോ ആ വാക്യം. അതൊന്നും കൊടുക്കാൻ ആളില്ല ഇവിടെ. ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിച്ചു കൊടുക്കുന്നില്ല. മലിനവും നിർമ്മലിനവും തമ്മിൽ വേർതിരിക്കുന്നില്ല. അശുദ്ധിയും വിശുദ്ധിയും തമ്മിൽ വേർതിരിച്ചു കൊടുക്കുന്നില്ല. ഉപദേശവും ദുരുപദേശവും തമ്മിൽ വേർതിരിച്ചു കൊടുക്കുന്നില്ല. പിന്നെ എന്താ അവരുടെ ജോലി? വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്നുള്ള നിലയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. പരിണിത ഫലം ജനം ചിന്നിയവരും കുഴഞ്ഞവരുമായി മാറിയില്ലേ. എനിക്കൊരു സ്നേഹിതനുണ്ട്, ഞാൻ പേരും പ്രസ്ഥാനം ആളും ഒന്നും പറയുന്നില്ല.
ദീർഘവർഷങ്ങൾ ഈ ദുരുപദേഷ്ടക്കന്മാരുടെ കൂടെ പുള്ളി നടന്നത് നിമിത്തം പുള്ളി വല്ലാത്ത അവസ്ഥയിലായിപ്പോയി. കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരുമായ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരുടെ കൂടെ നടന്ന് ഉപദേശം കിട്ടാതെ അന്യതാ ഉപദേശത്തിന്റെ കീഴിൽ കിടന്ന് ഞെരിഞ്ഞമർന്ന് ഒരു പ്രത്യാശയില്ലാത്തവരായി, ഒരു വിശ്വാസമില്ലാത്തവനായി, ഒരു സന്തോഷമില്ലാത്തവനായി ചിന്നിയും കുഴഞ്ഞും കിടക്കുന്ന അവസ്ഥ, കുഴഞ്ഞു കിടക്കുക. എൻ്റെ കൈ കിട്ടി ഞാനിപ്പോൾ വചനം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. ദയവായി നിങ്ങൾ ഈ വചനം കേൾക്കാൻ പോകും. നിങ്ങളൊന്നും കേട്ടില്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇത് കേട്ടോണ്ടിരിക്കുക, ഇത് കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഈ വചനം കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് രക്ഷപ്പെടാനുള്ള ഒറ്റ വഴിയേ ഉള്ളൂ. പുതിയ നിയമസഭയുടെ ഉപദേശം ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഉപദേശം നമ്മൾ പഠിച്ചനുസരിച്ച് ജീവിക്കുക. അതാ വേണ്ടത്. ഈ ഉപദേശം പഠിച്ചനുസരിച്ച് ജീവിക്കാത്തവരെല്ലാം കുഴഞ്ഞു കിടക്കാൻ ഞാൻ നോക്കിയിട്ട്. ഒരു പാസ്റ്റേ അവിടെ എക്കണോമിയൊക്കെ എക്കണോമി ഹൈയൊക്കെയാ, പക്ഷെ ആള് തരത്തില്ല പോകാൻ പോണേ. ഉപദേശം പഠിച്ചനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിന്റെ സ്വഭാവവും ക്രിസ്തുവിന്റെ മനസ്സും അവന്റെ ദിവ്യ സ്വഭാവവും പ്രാപിച്ചെടുക്കണം. അവൻ ഈ ഭൂമിയിൽ ഇരിക്കുന്ന പോലെ നാം ഇരിക്കുന്നു. അതാ വചനം പറയുന്നേ. മനസ്സിലായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആദ്യമായിട്ട് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത്, സഹോദര, നീ നിന്നെ തന്നെ നിന്നിലേക്കൊന്നും നോക്കാതെ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളിലേക്കൊന്നും നോക്ക്. ദൈവത്തോട് അടുക്കുവാൻ നിന്റെ ജീവിതത്തിലുള്ള കുറവുള്ള കുറ്റങ്ങൾ കണ്ടുപിടിക്കുക. ദൈവസഭയുടെ ഉപദേശവുമായിട്ട് നീ ദൈവത്തിന് ഇരുന്ന് പഠിക്കുക. ഈ ഉപദേശവുമായിട്ട് നിന്റെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു എന്ന് ഒന്ന് തുലനം ചെയ്ത് പഠിക്കുക, ഒന്ന് കമ്പയർ സ്റ്റഡി ചെയ്യുക. ഹല്ലേലൂയ. ദൈവസഭയുടെ ഉപദേശം ഇതാണ്. പത്യവചനം പത്യോപദേശമാണ്. ഈ ഉപദേശവും നിന്റെ ജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചിന്തിക്കുക. ചിന്തിച്ച് ആ ഉപദേശം അല്ലാത്ത ജീവിതമാണെങ്കിൽ ആ അന്യതാ ഉപദേശങ്ങളിലൊക്കെ വിട്ടിട്ട്, ദൈവവിധമല്ലാത്ത അവസ്ഥകളെല്ലാം വിട്ടിട്ട് ഈ പത്യവചനം പത്യോപദേശത്തിലേക്ക് നീ വാ. അപ്പൊ അതിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. അല്ല, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ അവനെ അങ്ങ് അനുഗ്രഹിച്ചോടുക എന്ന് തലയ്ക്ക് പിടിച്ച്. ഇതെവിടത്തെ അവസ്ഥ? ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ ക്രൂശിച്ച, ആണിയടച്ച, അതിനു വേണ്ടുന്ന സന്നാഹങ്ങൾ ചെയ്തു കൂട്ടിയ ഒരു ജനമാണ് പത്രോസിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. പത്രോസ് ആത്മാവിൽ പ്രസംഗിച്ച് വന്നപ്പോൾ അവരോടുള്ള ദൂത്, ഇപ്പൊ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ദൂത് എന്തായിരുന്നു? ദൂത്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ നീ ഉയർപ്പിച്ചു. അത് ശരി, ഞങ്ങൾ ക്രൂശിച്ച യേശുവിനല്ലേ? അവർക്ക് കുറ്റബോധം ഉണ്ടായി. ആ ദൂത് അവിടെ പറഞ്ഞില്ലെങ്കിലോ അവിടെ സഭ ഉടലെടുക്കുമോ? ജനം രക്ഷിക്കപ്പെടുമോ? അവർ ചെയ്ത തെറ്റിനെതിരെ, അവർ ചെയ്ത അതിക്രമത്തിനെതിരെ ആത്മാവിൽ പ്രസംഗിക്കുന്ന പത്രോസ്, അതാണ് പ്രസംഗം. നിങ്ങൾ പൗലോസിന്റെ, പത്രോസിന്റെ, സ്തെഫാനോസിന്റെ, ഫിലിപ്പോസിന്റെ ഇവിടെയൊക്കെ പ്രസംഗങ്ങൾ പഠിച്ചു നോക്കിയേ. അവിടെ തെറ്റിനെതിരെ പ്രസംഗിക്കുന്നത്. പഴയ നിയമത്തിൽ യോന എന്താ ചെയ്തേ? നിലവിലോട്ട് ചെന്നിട്ട് എന്ത് പറയാൻ പറഞ്ഞു? എല്ലാത്തിനെയും കശാപ്പ് ചെയ്യാൻ പോകുന്നു. അതെന്ത് പറ്റി? നിങ്ങൾ പാപം ചെയ്തുകൊണ്ടിരിക്കുക. 3 ദിവസത്തെ ഉപവാസം പ്രസിദ്ധം ചെയ്ത് മടങ്ങി വാ, ദൈവത്തിലേക്ക് മടങ്ങി. എല്ലാത്തിനെയും കശാപ്പ് ചെയ്ത് കളയും. എൻ്റെ ദൈവം എല്ലാത്തിനെയും നശിപ്പിച്ചതായിരുന്നു. അതാ പ്രസംഗം. അവർ കേട്ട് മാനസാന്തരപ്പെട്ടു മടങ്ങി വന്നു. ഈ ദൂത് കേട്ടിട്ട് ഈ യോന ഉപദേശി, നമ്മുടെ ആടൻ ഭാഷയിൽ പറഞ്ഞാൽ ഉടായ്പുള്ള ഉപദേശി, പിന്നീട് അവൻ മാനസാന്തരപ്പെട്ടത്. അങ്ങനെ മത്സ്യത്തിന്റെ വയറ്റിൽ പോയതിനു ശേഷം അവനൊരു മാനസാന്തരം ഉണ്ടായത്. അതിനിപ്പോൾ തന്നിഷ്ടപ്രകാരം പോകുന്ന ഉപദേശിയായിരുന്നു ഇന്നത്തെ പലരെയും പോലെ. അല്ല പ്രിയമുള്ളവരെ, ദൈവസഭയ്ക്ക് ലിഖിതമായൊരു ഉപദേശമുണ്ട്, വ്യക്തവും കൃത്യമായൊരു ഉപദേശമുണ്ട്, പത്യവചനമുണ്ട്, പത്യോപദേശമുണ്ട്. അത് ജനത്തെ പഠിപ്പിക്കുക. ആ ഉപദേശം ജനത്തെ പഠിപ്പിച്ച് അവരെ ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവിലേക്ക് നടത്തുക. അല്ലെങ്കിൽ അവർക്ക് നിത്യത കിട്ടത്തില്ല. അവിടെ പാപത്തിനെതിരെ പ്രസംഗിക്കുക. ഞാൻ റോമലേഖനത്തിലെ വാക്യം വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ആകിയാൽ പാപം നിങ്ങളുടെ പ്രത്യക്ഷങ്ങളിൽ എൻ്റെ മോഹങ്ങളെ അനുസരിച്ച് മാറി വാഴരുത്.
നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളെ പാപത്തിന് സമർപ്പിക്കുകയും വരുത്. പാപം വാഴരുത്, പാപത്തിന് സമർപ്പിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ മരിച്ചിട്ട് നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളാം. പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് ദൈവത്തെ സേവിക്കുന്നത്. 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് പാപം ചെയ്യുന്നത്. അപ്പൊ യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നിങ്ങൾ, യേശുവിനെ ധരിക്കാൻ സ്നാനമേറ്റ നിങ്ങൾ, യേശുവിനോടുകൂടി മരിച്ച് അടക്കപ്പെട്ട് യേശുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന നിങ്ങൾ, ഇനി നിങ്ങളുടെ പഴയ ആ ആ ആ പഞ്ചേന്ദ്രിയങ്ങളുണ്ടല്ലോ, അത് പാപം ചെയ്തുകൊണ്ടിരുന്ന പഞ്ചേന്ദ്രിയങ്ങൾ ഇനി നീതി ചെയ്യണം. നീതി ചെയ്യണം. നീതി ചെയ്യുമ്പോൾ വിശുദ്ധീകരണം കിട്ടും. പാപം ചെയ്യുമ്പോൾ ലജ്ജയാണ് കിട്ടുന്നത്. റോമർ 6 പ്രധാന പഠിപ്പിക്കലതാ. പാപം ചെയ്യുമ്പോൾ ലജ്ജ പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ. നീതി ചെയ്യുമ്പോൾ വിശുദ്ധീകരണം പ്ലസ് വിശുദ്ധീകരണം പ്ലസ് വിശുദ്ധീകരണം ഈക്വൽ ടു നിത്യജീവൻ. ഇതാ വചനത്തിന്റെ വ്യവസ്ഥ. ഇതാ. ഹല്ലേലൂയ. അതിലെന്ത് വേണം? ചിന്നിയവരും കുടഞ്ഞവരുമായി കിടക്കുന്ന ജനത്തിൻ്റെ ഇടയിൽ അവിടെ പാപത്തിനെതിരെ പ്രസംഗിക്കണം. അവർക്കത് ഇഷ്ടമാവുന്ന കാര്യമല്ല, പക്ഷെ നമ്മൾ പ്രസംഗിക്കുക. കർത്താവിന്റെ ശിഷ്യന്മാരുടെ പ്രസംഗം അങ്ങനെയായിരുന്നു. രോഗശാന്തിയെക്കുറിച്ച് എവിടെയെങ്കിലും ഒരു പ്രസംഗിച്ചോ? ഹല്ലേലൂയ. പ്രവൃത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നടന്ന മുടന്തന്റെ സൗഖ്യം 28 അധ്യായങ്ങളിൽ എവിടെയെങ്കിലും അവർ പ്രതിപാദിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളാണെങ്കിലോ എത്രയോ പ്രാവശ്യം എടുത്ത് പറയും. പറയുന്നേ. ജനം പാപമോചനം പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് വന്നു കഴിയുമ്പോൾ ജനത്തിന് രോഗമുണ്ടെങ്കിൽ ദൈവം അത് സൗഖ്യമാക്കിക്കൊള്ളും. ജനത്തിന്റെ ആവശ്യം എന്താണെന്ന് ആത്മാവ് ഗ്രഹിച്ച് അത് ചെയ്തു കൊടുക്കും. അങ്ങനെ അവിടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കും. അവർ പറയുന്ന വചനത്തെ ഉറപ്പിക്കാനാണ് അത്ഭുതം ചെയ്യുന്നത്. ഇതിവിടെ അത്ഭുതം ചെയ്യാനാണ് വചനം പറയുന്നത്. വചനത്തെ ഉറപ്പിക്കാനാണ് ദൈവം അത്ഭുതം ചെയ്യുന്നതെന്നാണ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കേണ്ടതിന് അത്ഭുതം ചെയ്തത് യേശു ദൈവപുത്രനാണ്. ഈ നിൽക്കുന്ന മനുഷ്യൻ, ഈ നിൽക്കുന്ന യേശു എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ, അവൻ മനുഷ്യനാണ്, അവൻ പൂർണ്ണ ദൈവമാണ് എന്ന് ലോകം അറിയണം. അതിനുവേണ്ടി മരിച്ചവരെ ഉറപ്പിച്ചത്. അല്ലാതെ കാശുണ്ടാക്കാൻ, ആളെ കൂട്ടാനല്ല. ഇന്നിപ്പോൾ അത്ഭുതം ചെയ്ത് അടയാളം കാണിച്ച് ആൾക്കാരെ അമ്പരിപ്പിച്ച് ആളെ കൂട്ടി വരുത്തുക. ബോൺ അഗെയിൻ നടക്കുന്നില്ല. മാനസാന്തരം നടക്കുന്നില്ല. റിപ്പൻഡന്റ് ആൻഡ് ബാപ്റ്റിസം. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുന്നില്ല വിശ്വാസികൾ. മാനസാന്തരപ്പെടാതെ സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നോട് പൊറുക്കണമേ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ സത്യം വിളിച്ച് പറയുക. ഞാൻ സത്യം പറയുകൊണ്ട് നിങ്ങളുടെ ശത്രുവായി പോയി. ഹല്ലേലൂയ. പാപത്തോട് നോ കോംപ്രമൈസ് ദൈവത്തിന്. പഴയ നിയമത്തിൽ പുരോഹിതൻ നമുക്കറിയാം, യാഗം കഴിക്കാനായിട്ട് ചെല്ലുമ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ ഉള്ളിലേക്ക് അവൻ പ്രവേശിക്കുമ്പോൾ ഒരു കൈയിൽ എനിക്ക് വേണ്ടി രക്തം, മറുകൈയിൽ ജനത്തിന് വേണ്ടി രക്തം. രണ്ടുപേരുടെയും ജനത്തിനു വേണ്ടിയും തനിക്ക് വേണ്ടിയാണ് ആ രക്തവുമായിട്ട് അവിടെ ചെല്ലുന്നത്. കാരണം രക്തം കൂടാതെ ചെന്നാൽ സംഗതി പോക്ക. ശുദ്ധീകരണത്തോടും അല്ലാതെ സമാഗമന കൂടാരത്തിനുള്ളിൽ പ്രവേശിച്ച ചത്ത് വീഴും. അവിടെ ചത്ത് മലക്കും. അതിന് അച്ഛന്മാരുടെ കടിക്കെട്ട് നടുക്കെട്ട് കെട്ടിയിട്ട് വെച്ചേക്കുന്നേ. സമാഗമന കൂടാരത്തിൽ വിശുദ്ധ സ്ഥലം, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, മൂന്ന് പാർട്ടായിട്ടാണല്ലോ. അതിവിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന പുരോഹിതൻ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി യാഗമർപ്പിച്ച് ശുദ്ധീകരണം പ്രാപിക്കാതെ അതിൻ്റെ ഉള്ളിൽ കയറിയ ചത്ത് മലക്കും. അയ്യോ, ഞങ്ങളുടെ പുരോഹിതൻ ചത്തുപോയി, ഓടിക്കയറി എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അതിനാ നടുക്കെട്ട്. അച്ഛന്മാരിത് കെട്ടിക്കൊണ്ടോ? വല്ല ബോധമുണ്ടോ അവർക്ക് ഇത് എന്തിനായി നടുക്കെട്ടെന്ന്? ആ കയറി പിടിച്ച് വേണം വലിച്ച് പുറത്തേക്ക് ഇടാം. ഉള്ളിലോട്ട് കയറിയത് ചത്ത് വീഴും. അവിടെ ഞങ്ങളുടെ ദൈവനം പഠിപ്പിച്ചൊരു ദേവസ്വം പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വരിക. ഇപ്പൊ തീത്തോസ് ടൈറ്റസ് ചക്രവർത്തിയും അവൻ്റെ കൂട്ടുകാരും കൂടി യെരുശലേം ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഇരച്ച് കയറി ഇടിച്ചു പൊളിച്ച് ദൂരെ കളഞ്ഞു. എന്നിട്ട് എന്തേ ചത്ത് വീഴാത്തതെന്ന്
ഞങ്ങളുടെ വയസ്സറപ്പച്ചൻ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. കാരണം ഇച്ചിരി വയസ്സും പ്രായമൊക്കെ വരുമ്പോഴേ വെളിവുണ്ടാവുള്ളൂ. എളുപ്പമൊക്കെ ആകുമ്പോൾ ഇച്ചിരി പെശകൊക്കെ വരും കൂടുതൽ. അപ്പോൾ പുള്ളി പറഞ്ഞത് ഇതാണ്: ആലയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വം പോയി ദൈവത്തിൻ്റെ മഹത്വം പോയത് കൊണ്ടാണ് ദേവാലയം പിടിക്കപ്പെട്ടത്. ദേവാലയം പിടിക്കപ്പെട്ടപ്പോൾ ഈ തീത്തോസ്, ഈ ഗുണം പിടിക്കാത്തവന്മാരെല്ലാം കൂടി അതിൻ്റെ ഉള്ളിലോട്ട് കയറി ആ സ്വർണങ്ങളൊക്കെ അരിച്ചു പറക്കിയൊക്കെ എടുത്തെന്നല്ലേ ചരിത്രം. കല്ലുമ്പേ കല്ല് ശേഷിക്കാതെ ആനയെ കൊണ്ടൊക്കെ കുത്തി മറിച്ച് തീ കത്തിച്ച് ഉരുക്കി അതിൻ്റെ ഉള്ളിൽ കിടന്ന സ്വർണങ്ങളെല്ലാം കൂടി ഉരുകി വീണൊക്കെ എടുത്തുകൊണ്ട് പോയെന്നൊക്കെയാണ് പറയുന്നത്. വിവിധ നിലയിൽ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയ എന്തുകൊണ്ടാ? ആലയത്തിൽ ദൈവമഹത്വമില്ല. കർത്താവ് പറഞ്ഞില്ലേ, എൻ്റെ ആലയം പ്രാർത്ഥനാ ആലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. ഇന്ന് സഭകളൊക്കെ ആ നിലവാരത്തിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഞാൻ ആത്മാവിൽ എരിവോടെ ഞാൻ വിളിച്ചു പറയുകയാണ്, ജനം ചിന്നിയവരും കുഴഞ്ഞവരുമായി കിടക്കുക. കാരണം എന്താ? വ്യവസ്ഥ പ്രകാരമുള്ള ശുശ്രൂഷകൾ നടക്കുന്നില്ല. സംഖ്യാപുസ്തകം 10 ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാ. ദൈവാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൽ പഠിച്ചു വരുമ്പോൾ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അഹരോന്റെ മക്കൾ അവിടെ ചെന്നു. എന്താ സംഭവിച്ചേ? ശ്രദ്ധിച്ച് കേട്ടോണേ. അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹൂവും ഓരോ ധൂപകലശം എടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗമിട്ട് അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. നാദാബും അബീഹൂവും അഗ്നിക്കിരയായി. ഇന്നെന്തുകൊണ്ട് അഗ്നിക്കിരയാകുന്നില്ല? വെട്ടിക്കൂട്ടിയിട്ടിരിക്കുക നരകത്തിൽ കൊണ്ടിട്ട് കത്തിക്കാൻ. ഇത് കൃപായുഗമാ. കൃപ കാണിക്കുക കർത്താവ്. ഒന്ന് മടങ്ങി വരുമോ? ഒന്ന് മടങ്ങി വരുമോ? ഒന്ന് മടങ്ങി വരുമോ? ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതല്ലാത്തതൊക്കെയും, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാതെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുന്ന കർത്താവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ പുതിയ നിയമസഭയിലെ ശുശ്രൂഷകന്മാർ എത്രത്തോളം അനുസരിക്കുന്നുണ്ട്. തങ്ങളോട് കൽപ്പിച്ചതല്ലാത്തതൊക്കെ ചെയ്തപ്പോൾ ദഹിച്ചു പോയതെങ്കിൽ നമ്മളോട് കൽപ്പിക്കാത്തതും കർത്താവ് കൽപ്പിക്കാത്തതൊന്നും നമ്മൾ ഉപദേശമായി പറയരുത്. കർക്കശമായിട്ട് ഞാൻ പറയുക. പറഞ്ഞാൽ എന്ത് പറ്റും? ആത്മീയമായി ചത്തുപോകും. ഇനി ലേവർ 16 വാ. പല പ്രാവശ്യം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ദൈവാത്മാവ് ഹേമം തരുമ്പോൾ മുഴുവൻ പ്രസംഗിക്കും, ഇനിയും പ്രസംഗിക്കും. ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളിലൂടെ അല്ലേ പ്രസംഗം പോകുന്നത്. 16:1 അഹരോന്റെ 2 പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ അടുത്ത് വന്നിട്ട് മരിച്ചുപോയ ശേഷം യഹോവ മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, കൃപാസനത്തിന്മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട് നിന്റെ സഹോദരനായ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ തിരശ്ശീലയ്ക്കകത്ത് പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിന് മുൻപിൽ എല്ലാ സമയത്തും വരരുത് എന്നവനോട് പറയണം. കൂടെ കൂടെ കയറി വരരുത്. പപ്പയോട് പറയണം, മക്കള് തട്ടിപ്പോയി, അതുകൊണ്ട് ഇനി പപ്പയും തട്ടിപ്പോകാതിരിക്കാൻ മോശെ നീ അവരോട് പറയണമെന്ന് ദൈവം ഇവിടെ ഉപദേശം കൊടുക്കുക, വിലക്ക് കൊടുക്കുക. പ്രമാണം ഏറ്റുവാങ്ങിയ മോശ പ്രമാണം തെറ്റിച്ചപ്പോൾ പിസ്കാ കൊടുമുടിയിൽ വെച്ച് എന്തു പറഞ്ഞു? ഇവിടെ നിന്റെ ശുശ്രൂഷ തീർന്നു. പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ പാറയടിച്ചു. കൊലപാതകം പാപമാണ്, നീ ഒരു കൊലപാതകം നടത്തി. 2 കാരണങ്ങളാൽ ഇവിടെ വെച്ച് നിന്റെ ലീഡർഷിപ്പ് ഞാൻ എടുത്ത് യോശുവയ്ക്ക് കൊടുക്കുക. എന്താ നമ്മൾ മനസ്സിലാക്കി?
യോശുവയുടെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? പേടിച്ച് വിറച്ചു പോവാ വാക്യം വായിച്ച. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവരായി മാത്രം ഇരിക്കുക. നീ ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും നീ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. എന്താ പറയുക? 7 വാക്യങ്ങൾ. പേടിച്ചു പോവാ ഈ വാക്യം വായിക്കുമ്പോൾ. അങ്ങനെയെങ്കിൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ കൂടെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞെങ്കിൽ കർത്താവ് പറഞ്ഞ വചനം പ്രസംഗിച്ച് ശിഷ്യരാക്കണം. ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾ. പോയി കർത്താവിൻ്റെ ശിഷ്യന്മാരെ വാർത്തുണ്ടാക്കണം, സഭയുണ്ടാക്കാനല്ല. ശിഷ്യന്മാർ വരുമ്പോൾ സഭയെ കൂട്ടി വരുത്തും, അതൊക്കെ. ഇപ്പൊ സഭയുണ്ടാക്കിക്കൊണ്ടിരിക്കുക. സഭയുണ്ടാക്കി പാർട്ടന്മാരാക്കി പാർട്ട് കളിക്കുക, പ്രസിഡന്റ് കളിക്കുക, ഖജാൻജി കളിക്കുക, സെക്രട്ടറി കളിക്കുക, കൗൺസിൽ അംഗം കളിക്കുക. പണ്ട് കുട്ടിയും ചോറും കളിച്ചുകൊണ്ടിരുന്ന പോലെ ഞങ്ങൾ. നീ അപ്പൻ, ഞാൻ അമ്മ, ഇത് മകൻ, ഇത് മകൾ, നീ പോലീസ്, ഞാൻ SI, അത് കോൺസ്റ്റബിൾ, അത് ഇന്നയാള്. കളിക്കുക. ഇതെവിടെ ചെന്ന് അവസാനിക്കും? വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന പോലെ ഉപദേശം. അപ്പോസ്തലന്മാർ സഭയെ എങ്ങനെ പഠിപ്പിച്ചു? ഇടയ്ക്ക് ഒരു ആൻറ്റി എന്നോട് പറഞ്ഞു തരപ്പെട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ശുശ്രൂഷ ഞങ്ങൾക്ക്, വചനം ഞങ്ങൾക്ക്. ശുശ്രൂഷ ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്നു, വചനം ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്നു. അത് ദൈവം പറയുന്ന പോലെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതായിരിക്കണം നമ്മുടെ ശുശ്രൂഷ. മറ്റൊന്നാകരുത്. പാറ്റേൺ മാറരുത്. വ്യവസ്ഥ മാറ്റാൻ പാടില്ല. വ്യവസ്ഥ മാറ്റിയാൽ ദൈവം തൻ്റെ പ്രവൃത്തി മാറ്റും നമ്മളിൽ നിന്ന്. മോശയെ പോലൊരു പ്രവാചകൻ ഉണ്ടാകുകയില്ല. ഇടയ്ക്ക് വെച്ച് മോശയുടെ ശുശ്രൂഷ നിർത്തിയിട്ട് വേറൊരാളെ ആക്കിയെങ്കിൽ ആ മോശയുടെ മുമ്പിൽ നമ്മൾ ആരാ? ഒരു ചുക്കുമല്ല. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം ഓരോരുത്തന് വിശ്വാസത്തിൻ്റെ അളവിനൊത്തവണ്ണം ഭാവിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയും. റോമാലേഖനം 12-ാം അധ്യായത്തിലെ വാക്യം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജനം ചിന്നിയവരും കുഴഞ്ഞവരുമായി തീർന്നു. വേലക്കാരെ അയക്കേണ്ടതിന് എന്നുള്ളത് ഒരു പാസ്റ്ററിനോട് പറഞ്ഞു, നിങ്ങൾ വേലക്കാരെ അയക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്താ പ്രസംഗിക്കാത്തത്? ഞാൻ പറഞ്ഞു, വേലക്കാരല്ലേ കിടക്കുന്നത്, എന്തിനു കൊള്ളാം ഇതുങ്ങളെ? ഓരോ പ്രസ്ഥാനത്തിൽ കണ്ടെയ്നർ കണക്കിന് വേലക്കാർ കിടപ്പില്ലേ? ഇവരെന്താ ഈ പ്രസംഗിക്കുന്നത്? ഇവിടെ ജനം ചിന്തിയവരും കുഴഞ്ഞവരുമായി കിടക്കുകയല്ലേ? ഹല്ലേലൂയ. പ്രത്യാശയുള്ള ദൈവമക്കളെ കാണാനുണ്ടോ? വിശ്വാസമുള്ള ദൈവമക്കളെ കാണാനുണ്ടോ? വിശുദ്ധി വേർപാടും പാലിക്കുന്ന ദൈവമക്കളെ കാണാനുണ്ടോ? എവിടെയുണ്ട്? തപ്പി നോക്കണം മഷിയിട്ട്. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. കാലം മാറി. ഹാർവസ്റ്റ് വരാൻ പോവുക. അത് വേറൊരു ദിവസം ഞാൻ പ്രസംഗിച്ചോളാം. കൊയ്ത്തെന്നുള്ള വിഷയം വേറൊരു ദിവസം പ്രസംഗിക്കുന്നുണ്ട്. ഇതൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പ്രസംഗിച്ചത് ആ വിഷയം. അതുകൊണ്ട് ഞാൻ കൈകൂപ്പി ഞാൻ വിളിച്ചു പറയട്ടെ, ജനം ചിന്നിയവരും കുഴഞ്ഞവരുമായി പോകരുത്. വിശ്വാസികളെ, ശൂഷകന്മാരെ, നിങ്ങളിത് കേൾക്കുക. നമ്മൾ വ്യവസ്ഥയൊന്ന് മാറ്റിയാൽ, നമ്മൾ ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങളെ മാറ്റിയാൽ ജനം ചിന്നിയവരാകും, ജനം കുഴഞ്ഞവരാകും, ജനത്തിന് രക്ഷയില്ലാത്തവരാകും. ജനത്തിന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അലഞ്ഞു നടക്കുന്ന വിശ്വാസി. കായീൻ കൊലപാതകം ചെയ്തപ്പോൾ എന്ത് പറ്റി? നീ അലന്ന് ഉഴലുന്നവനാകും. അവസ്ഥയിൽ കിടക്കുക. ഉപദേശം അറിയത്തില്ല. പുതിയ നിയമസഭയുടെ ഉപദേശം എന്താണെന്ന് അറിയത്തില്ല. മോശയുടെ പ്രമാണം 3:19 റോമർ ന്യായപ്രമാണം പറയുന്നത് ന്യായപ്രമാണത്തിൽ കീഴുള്ളവരോടെ. അത് യഹൂദ ജാതിയാണ്. നമ്മൾ ന്യായപ്രമാണത്തിൽ കീഴുള്ളവരല്ല. നമ്മൾ കിടക്കുന്നത് എവിടെ കിടക്കുന്നത്? നമ്മൾ ഒരിക്കലും പലപ്പോഴും പറയണമെന്ന് വെച്ചിട്ട് അങ്ങ് വിട്ടുപോകുക. നമ്മളെവിടെ കിടക്കുന്നേ? നമ്മൾ എഫേസ്യ ലേഖനം 2-ാം വാക്യത്തിൽ കിടക്കുക. ഏതവസ്ഥയിൽ കിടക്കുക? പിശാച് നമ്മുടെ മേൽ തേർവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുക. ആ അവസ്ഥയിലാണ് കിടന്നില്ല. ഇപ്പോഴല്ല, ആ അവസ്ഥയിൽ കിടന്നവരാ നമ്മൾ.
എഫേസ്യർ 2:2. മുമ്പേ നമ്മൾ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയാവിനെയും അനുസരിച്ച് നടന്നു. പിശാചിനെ അനുസരിച്ച് നടന്നു എന്ന്. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ ജഡമോഹങ്ങളിൽ നടന്നും ജഡത്തിനും മനോകാരത്തിനും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. 2:11. ആകയാൽ മുമ്പേ നിങ്ങൾ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിന് കയ്യാലുള്ള പരിച്ഛേദനക്കാരാൽ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മിക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. ജാതികളായിരുന്നു മുമ്പ്. ജാതികൾ എന്താ? ജാതികൾ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നവർ, അന്ധബുദ്ധി അനുസരിച്ച് നടക്കുന്നവർ, ഹല്ലേലൂയ, അജ്ഞാനികളായിട്ടുള്ളവർ, ഹൃദയകാഠിന്യമുള്ളവർ, ദൈവത്തിന്റെ ജീവനിൽ നകന്ന് മനം തളിപ്പിച്ചു പോയവർ, അത്യാഗ്രഹമുള്ളവർ, സകല അശുദ്ധിയും നിറഞ്ഞവർ, ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചവർ. ജാതികളുടെ ചിത്രം എഫേസ്യർ 4:17, 18, 19 വായിച്ച് മനപ്പാടമാക്കി പഠിച്ചോണം. ആ ഗതികെട്ട അവസ്ഥയിലായിരുന്നു നമ്മൾ. ഇപ്പോൾ നമ്മൾ ആരായിരിക്കുന്നു? ക്രിസ്തുവിനോടുകൂടി മരിച്ചു അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതായത് മുമ്പ് നമ്മൾ ആരായിരുന്നു, ഇപ്പോൾ നമ്മൾ ആരായിരിക്കുന്നു എന്നുള്ളതാണ് എഫേസ്യർ 2 മുഴുവൻ വായിച്ച് പഠിക്കുമ്പോൾ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിച്ചു. 5 വാക്യം, അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിച്ചു. 7, ക്രിസ്തുവേശുവിൽ അവനോടുകൂടി ഉയർപ്പിച്ച് സ്വർഗത്തിലിരുത്തി. സ്വർഗീയ അനുഭവത്തിലിരുത്തിയിരിക്കുക. ദൈവരാജ്യം ഭക്ഷണം പാനീയമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ആ ദൈവരാജ്യത്തിന്റെ, സ്വർഗരാജ്യത്തിന്റെ ആ ആത്മീയ അനുഭവത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുക. എത്ര മനോഹരമായത്! ലോകത്തുള്ള മഹാരഥന്മാര്, വലിയ സെലിബ്രിറ്റികള് മരിച്ച് യാതനാസ്ഥലത്തേക്ക് പോയി വീഴുമ്പോൾ സാധാരണ മനുഷ്യരാകുന്ന നമ്മൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവവചനായി ദൈവിക പ്രമാണം അനുസരിച്ച് ജീവിച്ച നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വിശ്രാമ സ്ഥലത്തേക്കാകും. ആ ഒരു കോൺഫിഡൻസ് ഉള്ളിലുണ്ടാകണം. മരണാനന്തര ജീവിതം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായൊരു ചിത്രം നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ നമ്മൾ ചിഹ്നവരും കുഴഞ്ഞവരുമായി തീരുന്ന ലിസ്റ്റിലായി പോകും. സഭയെ ഉപദേശം പഠിപ്പിച്ച് അപ്പോസ്തല ഉപദേശത്തിന്റെ വ്യവസ്ഥയിൽ, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ അതിര് വിട്ടുപോകാതെ ആ വ്യവസ്ഥയെ നിലനിർത്തിക്കൊണ്ട് പോകണം. ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തുവിന്റെ മനസ്സ്, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. അപ്പോഴാണ് സ്വർഗത്ത് പോകാനുള്ള യോഗ്യത നമുക്ക് കിട്ടുന്നത്. അല്ലാതെ ആർക്ക് സ്വർഗത്ത് പോകാൻ പറ്റത്തില്ല ദൈവമക്കളെ. കലക്കവെള്ളത്തിൽ മുങ്ങി 2 അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ കിടക്കത്തേ ഉള്ളൂ. ഈ ഉപദേശം പഠിച്ചനുസരിക്കണം. പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദ്യം അവർ പറയുന്ന ഉപദേശങ്ങൾ ആധികാരികമായി പഠിച്ച്, അത് ഗ്രഹിച്ച്, അത് മനസ്സിലാക്കി, അതനുസരിച്ച് ജീവിക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ ദൈവം അതിനുള്ള കൃപ തരും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുക. അവൻ ജനത്തെ ചിഹ്നവരും കുഴഞ്ഞവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. കൊയ്ത്ത്, ഹാർവസ്റ്റ് എന്നുള്ള വിഷയം ഞാൻ അങ്ങ് വിടുക. എല്ലാം ഇവിടെ പറയാനുള്ള സമയമില്ല. അത് വേറൊരു ദിവസം കർത്താവ് അനുവദിച്ചാൽ ആത്മാവ് ഹേമിപ്പിക്കുമ്പോൾ അതെടുത്ത് പ്രസംഗിക്കുന്നതായിരിക്കും. രാത്രി ഇടവനത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് വരാൻ പോവുക, സഭ ചേർക്കപ്പെടാൻ പോവുക. യുദ്ധം കൊടുമ്പിരി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. ഈ യുദ്ധം ഗോഗുമാഗോഗിൻ്റെ യുദ്ധത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു യുദ്ധമായിട്ടാണ് ആയിരിക്കുന്നത്. ഇത് ലോകാവസാനത്തിൻ്റെ കുളമ്പടിയാണ്. ദൈവസഭ മാറ്റപ്പെടാൻ പോവുകയാണ്. കണ്ണുമിക്കുന്നതിനിടയിൽ വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കാൻ പോവുകയാണ്. നമ്മൾ ആ അവസ്ഥ പ്രാപിക്കാൻ നമ്മൾ ഒരുങ്ങിയിരിക്കുന്നവരാണോ? 1 കൊരിന്ത്യർ 15 ആ വാക്യം വായിച്ച് ഞാൻ എൻ്റെ പ്രശ്നം നിർത്താനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ഹല്ലേലൂയ. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? സ്വരന്മാരെയും മാംസരക്തങ്ങൾക്കെതിരെ 51 വായിക്കാം. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവരക്ഷരായി ഉയർത്തെഴുന്നേൽക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവ്യത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമാത അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവ്യത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമാത അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന വചനം നിവൃത്തിയാണ്. മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന് വിഷമുള്ള പാപം,
പാപത്തിന്റെ ശക്തിനായ പ്രമാണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുക. കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകും. ഈ വചനം സാധാരണ ശുശ്രൂഷന്മാർ പ്രസംഗിക്കണമെങ്കിൽ അവരുടെ മുൻപിൽ ഒരു ശവം വേണം. എനിക്ക് ശവം വേണ്ട. ജീവനോട് വെച്ച് പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ. എത്രയോ പ്രസംഗങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് പ്രസംഗിക്കേണ്ട കാര്യമല്ല ഇത്. മരിച്ചു കഴിയുമ്പോൾ പ്രസംഗിച്ചോ, അതിന് പ്രസംഗിക്കേണ്ട ഭാഗങ്ങളൊക്കെ തന്നെയാണ് ശരി, ഓക്കെ, സമ്മതിക്കുന്നു. ജീവനോടെ വെച്ച് ഈ വിഷയം പ്രസംഗിച്ച് അവനെ, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ, മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണമെന്ന് ആ മരിച്ച വ്യക്തി പറയത്തക്ക നിലയിൽ ഒരാത്മീക നിലവാരത്തിലേക്ക് അവനെ വളർത്തിയെടുക്കണം. അല്ല അവന് വേണ്ടി നമ്മൾ പറയുകയല്ലോ ചെയ്യേണ്ടത്. കൊച്ചു കുഞ്ഞുങ്ങളെ സ്ഥാനപ്പെടുത്തുമ്പോൾ താമസാകുന്ന ഞാൻ പിശാചിനെ തള്ളിക്കളഞ്ഞ് പിന്നെ എൻ്റെ കർത്താവിൻ്റെ രക്ഷിതമായി ഞാൻ സ്വീകരിക്കുന്നു. വല്ലറിയോ കൊച്ചിന് വല്ലറിയോ? എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് വിളിച്ച് പറയണം. ശിശു മരിച്ച നിലയത്തിൽ പോകുന്നു. ആരാ പറഞ്ഞേ? വിശ്വസിക്കുകയും സ്ഥാനമേൽക്കുകയും ചെയ്യുന്നു രക്ഷിക്കപ്പെടും. വിശ്വസിക്കാനുള്ള പ്രായമാവണം അവന്. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കാനുള്ള പ്രായമാകുന്നതിന് മുമ്പ് മരിച്ചാൽ അവൻ്റെ ആത്മാസ്വർഗത്ത് പൊക്കോളും. നമ്മളതോർത്ത് ഭാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം, കണ്ണിമിക്കുന്നതിനിടയിൽ അത് സംഭവിക്കും. സ്തോത്രം. ടിംഗ്ലിംഗ് ആനായി, അതവിടെ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് പദമാണ്. കണ്ണിമിക്കുന്നതിനിടയിൽ, ടിംഗ്ലിംഗ് ആനായി, കണ്ണിമിക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെടാം. ഒരു സെക്കൻഡിനുള്ളിൽ നടക്കുന്ന കാര്യമായി. ഒരു സെക്കൻഡുണ്ടോ? സെക്കൻഡുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സെക്കൻഡിൻ്റെ പകുതിയായിട്ടെടുത്തോ. കണ്ണുമിക്ക് നടക്കുന്ന സംഭവമായത്. ഒരായുസ് മുഴുവൻ വചനം അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ കഷ്ടതകൾ കണ്ണുമിക്കുന്നതിനിടയിൽ മാറാൻ പോകുക. കണ്ണുമിക്കുന്നതിനിടയിൽ രൂപാന്തരം പ്രാപിക്കും. കണ്ണുമിരിക്കുന്നിടയിൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരും. എന്തൊരു അനുഭവമാണത്. എനിക്കത് ഓർക്കുമ്പോൾ എന്ത് സന്തോഷമാണ്. ഒരായുസ് മുഴുവൻ കിടന്ന് അനുഭവിച്ച കഷ്ടതകൾക്ക് കണ്ണുമിക്കുന്നതിനിടെ റിലീസ്. ഇന്നത്തെ കള്ള ഉപദേശിമാർ പറയുന്നില്ല, റിലീസ്, പ്രാപിച്ചോ പ്രാപിച്ചോ പ്രാപിച്ചോ. എന്ത് പ്രാപിച്ചോ? ഒരു ചുക്കുമില്ല. അല്ല, ദുരുപദേശം മുഴുവൻ പറഞ്ഞിട്ട് പ്രാപിച്ചോ 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 പറയുന്നത് കേട്ടിട്ടുണ്ട്. പറഞ്ഞു കിടന്ന് തുള്ളുന്ന കണ്ടിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഒരിക്കൽ കൂടി ഒന്നുകൂടി ഉറക്കെ പറഞ്ഞ്, എന്തിന്? ഗുണം പിടിക്കാത്തവനെ കൊണ്ട് എന്തിനു ഹല്ലേലൂയ പറയിക്കുന്നു? വാചനം അവൻ്റെ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ കത്തും. താനെ പറയും ഹല്ലേലൂയ. പറഞ്ഞു പറയിക്കുന്ന ഹല്ലേലൂയയും പറഞ്ഞു പറയിക്കുന്ന സ്തോത്രമൊന്നും വലിയ ഗുണമൊന്നും ഞാൻ കാണുന്നില്ല. ചെയ്യുന്നവർ ചെയ്തോട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. അവൻ ജനത്തെ കുഴഞ്ഞവരും ചിന്നവരുമായി കണ്ടിട്ട്. ആത്മീകമായി ജനം കുഴഞ്ഞു കിടക്കുന്നു, ചിന്നി കിടക്കുന്നു. എന്താ കാര്യം? അവർക്ക് വചനം കിട്ടുന്നില്ല. അതാ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് സഭ പറയുമ്പോൾ കർത്താവ് പറയുന്നു, നോ, നീ കുരുടൻ, നീ ദരിദ്രൻ, നീ നഗ്നൻ, തന്നിമിത്തം നീ അരിഷ്ടനും നിർഭാഗ്യവനുമായി കിടക്കുകയാണ്. നീ സമ്പന്നനാകേണ്ട ഒരു തീയിൽ ഉദിക്കച്ച പൊന്ന്. എന്താ ഈ പൊന്ന്? പത്യവചനം, 10 ഉപദേശം, ഉപനിധി. കണ്ണിലിരുന്നാൽ ലേപം എന്താ? പരിശുദ്ധാത്മാവുള്ള കാഴ്ചപ്പാട്. നഗ്നയുടെ ലജ്ജ മാറുന്നത് എങ്ങനെയാ? വെള്ളവസ്ത്രം, വിശുദ്ധിയുടെ വസ്ത്രം, രക്ഷാവസ്ത്രം, നീതിവസ്ത്രം നഷ്ടപ്പെടുത്തി. അപ്പം നഗ്നനായി. കര പുരണ്ടപ്പോൾ ആ വസ്ത്രം ഉപയോഗശൂന്യമായി. ഹല്ലേലൂയ. 3 അവസ്ഥ തിരിച്ചു പ്രാപിക്കുമ്പോൾ പൂർണ്ണ നിർമ്മലതയോടെ സഭയ്ക്ക് മണവാളനെ എതിരേൽക്കാൻ ഒരുങ്ങാനിടയായിത്തീരും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ 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 ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.